ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശിവതത്വം അഥവാ നിരുപാധിക പ്രകാശസ്വരൂപനായ ശ്രീ പരമേശ്വരന്റെ വൈഭവം വിവരിക്കുന്ന ശ്രീ കാമകലാവിലാസത്തിലെ ആദ്യത്തെ ശ്ലോകത്തിന്റെ വിവരണം നമ്മൾ പൂർത്തിയാക്കി. ഇനി ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ സ്വാത്മ ഐശ്വര്യമായ വിമർശ അംശവും പ്രപഞ്ചത്തിന്റെ ജനയിത്രിയുമായ ശ്രീ പരാശക്തിയുടെ തത്വം, ശക്തി തത്വം വിവരിക്കുകയാണ് അടുത്ത ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ. അത് നോക്കാം. രണ്ടാമത്തെ ശ്ലോകം. സാജയതി ശക്തിരാദ്യ നിജസുഖമയ നിത്യനിരുപമാകാര ഭാവിചരാചര ബീജം ശിവരൂപവിമർശ നിർമ്മലാദർശ. ഈ ശ്ലോകം അന്വയം ചെയ്യുമ്പോൾ ഇങ്ങനെ വായിക്കാം. സാ ആദ്യാശക്തി നിജസുഖമയ നിത്യ നിരുപമാകാര ഭാവി ചരാചര ബീജം ശിവരൂപ വിമർശ നിർമ്മല ആദർശ ജയതി. ആദി പരമ്പൊരുളായ ശ്രീ പരമേശ്വരനെ പോലെ തന്നെ പുരാതനയാണ് ആദ്യയായ ശക്തി. ആ ആദി പരാശക്തി ജയതി, വിജയിക്കുന്നു, സർവപ്രഭാവത്തോടുകൂടി വിലസുന്നു. അന്തർലീന വിമർശ, അതായത് പ്രകാശസ്വരൂപനായ ശ്രീ പരമേശ്വരന്റെ അന്തർഗതമായിട്ടുള്ളതാണ് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ് ശ്രീ പരമേശ്വരന്റെ സംവിത് സ്വരൂപം തന്നെ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്രീ പരാശക്തിയുടെ വൈഭവമാണ് ഈ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. ആദ്യ ശ്ലോകത്തിൽ ശ്രീ പരമേശ്വരന്റെ 4 വിശേഷണങ്ങളിൽ കൂടിയാണ് ശിവതത്വം വിശദീകരിച്ചത് എങ്കിൽ ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ ശക്തി തത്വം വിശദീകരിക്കാൻ 6 വിശേഷണങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ശക്തിയുടെ ആ വിശേഷ പ്രഭാവങ്ങൾ? ആദ്യാശക്തി ഒന്നാമത്തേത്, നിജസുഖമയ രണ്ടാമത്തേത്, നിത്യ മൂന്നാമത്തേത്, നിരുപമാകാര നാലാമത്തേത്, ഭാവി ചരാചര ബീജം അഞ്ചാമത്തേത്, ശിവരൂപ വിമർശ നിർമ്മലാദർശ അത് ആറാമത്തേത്. ഇത് നമുക്ക് വേറൊരു ക്രമത്തിൽ, വേറൊരു ഓർഡറിൽ ഓരോന്നായി നോക്കാം. നിത്യ നിരുപമാകാര എന്ന ഒരു വാക്കിൽ പറഞ്ഞിരിക്കുന്ന 2 വിശേഷണങ്ങൾ ആദ്യം എടുക്കാം. നിത്യ എന്നതും നിരുപമാകാര എന്നതും. അത് രണ്ടും ഒരുമിച്ച് നോക്കാം. കാരണം ഈ 2 പ്രയോഗങ്ങൾക്കും തമ്മിൽ ഒരു ബന്ധമുണ്ട്. നിത്യ എന്നതുകൊണ്ട് കാലപരിച്ഛേദം ഇല്ലായ്മയും നിരുപമാകാര എന്നതുകൊണ്ട് ദേശ വസ്തു പരിച്ഛേദമില്ലായ്മയുമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ടൈം, സ്പേസ് ആൻഡ് മാറ്റർ എന്ന് പറയുന്ന കാലം, ദേശം, വസ്തു, ഈ 3മാണ് പ്രപഞ്ചത്തെ നിരൂപിക്കുന്ന, പ്രപഞ്ച സ്വഭാവത്തെ നിർണയിക്കുന്ന 3 സുപ്രധാന വസ്തുതകൾ. നിത്യ എന്നതിന് സാധാരണ പറയുന്നത് 3 കാലങ്ങളിലും നാശമില്ലാത്തവൾ എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അകാലകലിത പരസംവിത് സ്വരൂപ എന്ന അർത്ഥത്തിലാണ്. അതായത് ലൗകിക ദശയുടെ ഭാഗമായ കാലം എന്ന ഘടനയുമായി ഒരു സംബന്ധവുമില്ലാത്ത പാരമാർത്ഥികമായ ജ്ഞാനസ്വരൂപിണി എന്ന അർത്ഥത്തിലാണ്. കാലം എന്ന പരിച്ഛേദത്തിന്, കാലം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമല്ലാത്തവൾ എന്ന അർത്ഥത്തിലാണ്. കാരണം ഈ 3 കാലം എന്ന് പറയുന്നത് തന്നെ, ഭൂതകാലം, വർത്തമാനം, ഭാവി എന്ന് പറയുന്നത് തന്നെ ഈ ലൗകിക ദശയുമായി സംബന്ധിക്കുമ്പോഴാണ്. സ്വയം കാലത്തിനെ തന്നെ സൃഷ്ടിക്കുന്ന ശക്തിയായതുകൊണ്ട് പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പും പ്രപഞ്ചനാശത്തിന് ശേഷവും കാലാതീത പരാവസ്ഥയിൽ സ്ഥിരമായി വർത്തിക്കുന്ന പരാശക്തി കാലവ്യവസ്ഥയ്ക്ക് ഉൾപ്പെട്ടവളല്ല. കാരണം ഈ കാലം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവത്തോടുകൂടി വരുന്നതും പ്രപഞ്ചം നശിക്കുന്നതോടുകൂടി പോകുന്നതുമാണ്. പ്രപഞ്ചദശ എന്ന് പറഞ്ഞാൽ തന്നെ ദേശം, കാലം, വസ്തു എന്നുള്ള 3 ഘടനകളുടെ പ്രധാനമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ്, അല്ലേ? കാലം, ദേശം, വസ്തു ഈ 3ഉം കൂടിയതാണ്, അല്ലെങ്കിൽ ഈ 3 കൊണ്ട് ആയതാണ് ഈ പ്രാപഞ്ചിക ദശ എന്ന് പറയുന്നത്.
അടുത്ത വിശേഷണമാണ് നിരുപമാകാര. ഇതിന് സാധാരണ മനസ്സിലാക്കുന്ന അർത്ഥം ഉപമിക്കാനാകാത്ത ആകാരത്തോട്, അതായത് സ്വരൂപത്തോട് കൂടിയവൾ എന്നതാണ്. സജാതീയമായും വിജാതീയമായും ഉപമിക്കാവുന്ന ഒന്നും ഇല്ലാത്തതുകൊണ്ട് അദ്വിതീയയായിട്ടുള്ളവൾ എന്നാണ്. അനന്തത്വം, അപ്രമേയത്വം എന്നൊക്കെ സാധാരണ ഇതിനെ പറയും. പക്ഷെ ശ്രദ്ധിക്കണം, അനന്തത്വം അതായത് അതിരില്ലാത്തത് എന്ന് പറയുമ്പോൾ അവിടെ ദേശം, സ്പേസ് എന്ന ആശയം വന്നു കഴിഞ്ഞു. അതേപോലെ ഉപമിക്കാനാകാത്ത ആകാരം എന്ന് പറയുമ്പോൾ അവിടെ വസ്തു, അതായത് മാറ്റർ എന്ന ധാരണയും ഉദിക്കുന്നുണ്ട്. എന്നാൽ വസ്തു അല്ലെങ്കിൽ ദേശം എന്ന പരിച്ഛേദങ്ങളിൽ, വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തവൾ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഈ വിശേഷണത്തിനും അർത്ഥം മനസ്സിലാക്കേണ്ടത്. പരിധി, വസ്തു എന്ന ഘടനകളൊന്നുമില്ലാത്ത ഒരു സ്ഥിതിയിൽ പരിധിയില്ലാത്തവൾ, സമാനമായി മറ്റൊന്നില്ലാത്തവൾ എന്ന് പറയുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ലല്ലോ, അല്ലേ? അപ്പോൾ നിത്യ എന്ന് പറഞ്ഞതുകൊണ്ട് കാലത്തിൻ്റെ വ്യവസ്ഥയിലും, നിരുപമാകാര എന്ന് പറഞ്ഞതുകൊണ്ട് ദേശം, വസ്തു എന്നിവയുടെ വ്യവസ്ഥകളിലും ഉൾപ്പെടാത്തവൾ എന്നതാണ് ശരിയായ അർത്ഥം. കാരണം കാലം, ദേശം, വസ്തു എന്ന മൂന്നും പ്രപഞ്ചത്തെ സംബന്ധിച്ചവയാണ്, ലൗകിക ദശയെ സംബന്ധിച്ചവയാണ്. കാശ്മീര ശൈവത്തിൻ്റെ അഭിവന്ദ്യ ആചാര്യനായ ശ്രീ അഭിനവഗുപ്താചാര്യരുടെ സുപ്രസിദ്ധ ശിഷ്യനാണ് ശ്രീ രാജാനക ക്ഷേമരാജാചാര്യർ. ശക്തിസൂത്രം എന്ന് ത്രിപുരാക്രമത്തിൽ അറിയപ്പെടുന്നതാണ് ശ്രീ ക്ഷേമരാജാചാര്യരുടെ പ്രത്യഭിജ്ഞാ ഹൃദയം എന്ന ഒരു വിശിഷ്ട ഗ്രന്ഥം. സൂത്രങ്ങളുടെ രൂപത്തിലും അതിന് ആചാര്യൻ തന്നെ എഴുതിയ വിശദീകരണവുമായിട്ടാണ് ഈ ഗ്രന്ഥമുള്ളത്. ശ്രീ ക്ഷേമരാജാചാര്യർ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ദേശകാല ആകാര ഏതത് സൃഷ്ട ഏതത് അനുപ്രാണിതാശ്ച ന ഏതത് സ്വരൂപം ഭേത്തും അലം. എന്ന് വെച്ചാൽ ദേശം, കാലം, ആകാരം, സ്പേസ്, ടൈം ആൻഡ് മാറ്റർ എന്നിവയെ സൃഷ്ടിച്ചവളും അവയെ പ്രാവർത്തികമാക്കിയവളും അനുപ്രാണിതാശ്ച ചലിപ്പിക്കുന്നവളും ആയ ചിത് ശക്തിയുടെ സ്വരൂപം നിർവചിക്കാൻ, സ്വരൂപം നിരൂപിക്കാൻ ദേശം, കാലം, വസ്തു എന്നിവ സമർത്ഥങ്ങൾ അല്ല. അതായത് ചിത്താകുന്ന പരാശക്തിയാൽ ഉണ്ടാക്കപ്പെട്ട് ചേതനത്വം നൽകപ്പെട്ടിരിക്കുന്ന ദേശം, കാലം, വസ്തു എന്നിവയിലൂടെ ശക്തിയുടെ സ്വരൂപ നിരൂപണം സാധ്യമല്ല എന്ന് അർത്ഥം. ന ഏതത് സ്വരൂപം ഭേത്തും അലം. ഇവിടെ ഏതത് സൃഷ്ട ഏതത് അനുപ്രാണിത ച എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ദേശകാലങ്ങളെ ശ്രീ പരാശക്തി ഉണ്ടാക്കി അവ ഈ പ്രപഞ്ചത്തിൽ പ്രാവർത്തികമാവാനായി അവയ്ക്ക് ചേതനത്വവും നൽകിയിരിക്കുന്നു എന്ന്. എങ്ങനെയാണ് പ്രപഞ്ചത്തിൽ ദേശകാലങ്ങൾ പ്രവർത്തിക്കുന്നത്? ശ്രീ പരമേശ്വരൻ പ്രപഞ്ചരൂപത്തിൽ പരിണമിക്കുമ്പോൾ കൂടെ തന്നെ പ്രപഞ്ചത്തിൻ്റെ വിവിധ തലങ്ങളിലായുള്ള ചിദ്രൂപമായി ശ്രീ പരാശക്തിയും വികസിക്കുന്നു എന്നത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. തഥാഹി സംവിദേവേയം അന്തർബാഹ്യോഭയാത്മന സ്വാതന്ത്ര്യാത്ത് വർത്തമാനേവ പരാമർശ സ്വരൂപിണി എന്ന് വെച്ചാൽ ഏകമായ ആ സംവിദ്രൂപ ചിത്ശക്തി തന്നെയാണ് പ്രമാതാവായ ഈശ്വരൻ്റെ ഉള്ളിലും പുറത്ത് പ്രമേയമായ പ്രപഞ്ചത്തിലും ഒരുപോലെ വ്യാപിച്ച് സ്വതന്ത്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അർത്ഥം. പ്രാപഞ്ചികമായ ബോധം ജീവജാലങ്ങളിൽ പ്രവർത്തിക്കാൻ അനിവാര്യമായിട്ടുള്ളതാണ് ദേശം, കാലം എന്ന രണ്ട് വ്യവസ്ഥകളും. ദേശം എന്ന് പറയുമ്പോൾ അതിൽ വസ്തുവും ഉൾപ്പെടുന്നുണ്ട്. കാലം എന്നത് ക്രമം ആണ്. ക്രമം എന്ന സുപ്രധാനമായ ഈ ഒരു പ്രയോഗം ശ്രദ്ധിക്കണം. ഈ പ്രപഞ്ചത്തിൻ്റെ ലൗകികമായിട്ടുള്ള സകല ക്രിയകളും കാലശക്തിയുടെ പ്രവർത്തനം കൊണ്ട് ക്രമാനുസരണമായിട്ടുള്ളതാണ്. എന്താണ് ഈ ക്രമം എന്ന് വെച്ചാൽ? ശിവാദ്വൈത ദർശനത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ക്രമം എന്ന ഈ ആശയത്തെക്കുറിച്ച്, ക്രമസിദ്ധാന്തത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സക്രമത്വം ച ലൗകിക്യായ ക്രിയയ കാലശക്തിതഃ. അതായത് പ്രാപഞ്ചിക ക്രിയകൾ
കാലശക്തിയിലൂടെ ക്രമബദ്ധമാണ് എന്ന അർത്ഥം. കാലത്തിൻ്റെ ഈ ക്രമത്തിൽ കൂടിയാണ് ഓർമ്മ എന്ന ബോധത്തിൻ്റെ പ്രക്രിയ നടക്കുന്നത്. എങ്ങനെയാണത്? ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നു, അടുത്ത ക്ഷണത്തിൽ അതിനെ തിരിച്ചറിയുന്നു, അത് കഴിഞ്ഞ ഉടനെ അത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. ഇവിടെ അറിയുക എന്ന ക്രിയയിലാണ് കാലമുള്ളത്. സമയബദ്ധമായിട്ടുള്ളതാണ് എല്ലാ ക്രിയകളും. ഇപ്പോൾ ഒരു വസ്തുവിനെ നോക്കാൻ ഒരു ക്ഷണം മതിയാവും, എന്നാൽ ആ ക്ഷണവും ഒരു കാലത്തിൻ്റെ അളവാണ്. ക്രിയ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു നിശ്ചിത കാലയളവിൽ നടക്കുന്നത് എന്നതാണ്, അല്ലേ? അതുപോലെ അറിയപ്പെടുന്ന വസ്തുവിൽ ദേശത്തിൻ്റെ ധർമ്മവുമുണ്ട്. അപ്പോൾ അറിയുന്നതായിട്ടുള്ള ആ ക്രിയയിൽ കാലം, അറിയപ്പെടുന്ന വസ്തുവിൽ ദേശം. അറിയുന്നതാരാണ്? ഈ ലൗകിക ദശയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്ന പ്രമാതാക്കളായ നമ്മൾ, അതായത് ജീവനുകൾ. അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അറിവ്, ഈ മൂന്നുമാണ് ത്രിപുടി. ത്രിപുടി എന്ന ഈ പദപ്രയോഗം ഓർത്തിരിക്കേണ്ടതാണ്. വളരെ പ്രധാനമായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഈ ത്രിപുടി എന്നത്. ത്രിപുടിയാണ് പ്രപഞ്ചത്തിൻ്റെ മൂല സ്വഭാവം. ഇതൊരിക്കലും മറക്കരുത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഇനിയും നമ്മൾ സമ്പാദിക്കുന്നതായിരിക്കും. ശ്രീ കാമകലാവിലാസത്തിൽ, പിന്നീട് ശ്രീചക്രത്തിൻ്റെ വിവരണത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് ഈ ത്രിപുടി. ക്രമം എന്ന് വെച്ചാൽ സീക്വൻസ്, അതായത് ഒന്ന് കഴിഞ്ഞ് ഒന്ന് എന്നിങ്ങനെ തുടർച്ചയായി സംഭവിക്കുന്നത്. കാലത്തിൻ്റെ ക്രമം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ ഭൂമിയുടെ ഭ്രമണം ഒരു പ്രത്യേക സ്ഥാനത്തിൽ എത്തുമ്പോൾ, സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ നമുക്ക് ദൃഷ്ടിഗോചരമാവുമ്പോൾ നമ്മൾ നേരം പുലർന്നു, പുതിയ ദിവസമായി എന്ന് പറയുന്നു. അതിൻ്റെ ആ ക്രമത്തിൽ സൂര്യനെ അഭിമുഖം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ ഓരോ ചലനത്തെയും സമയത്തിൻ്റെ ഭിന്ന ഭാഗങ്ങളായി നമ്മൾ കണക്കാക്കുന്നു. ഭൂമിയുടെ ഒരു കൃത്യമായ കറക്കത്തിൻ്റെ ഒടുവിൽ സൂര്യൻ മറയുമ്പോൾ ആ ദിവസം കഴിഞ്ഞു എന്ന് നമ്മൾ പരിഗണിക്കുന്നു. ഇപ്പോൾ ഭൂമി തിരിയാതെ അങ്ങനെ തന്നെ നിന്നിരിക്കുമെങ്കിൽ ഒരുപക്ഷെ സമയം എന്ന ഒരു സങ്കല്പം തന്നെ ഉണ്ടാവില്ലായിരുന്നു. ഭൂമി കറക്കം അവസാനിപ്പിച്ച് അനങ്ങാതെ നിശ്ചലമായാൽ എന്തായിരിക്കും സംഭവിക്കുക? സൂര്യനും അനങ്ങാതെ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക, അല്ലേ? പിന്നെ എങ്ങനെയാണ് സമയവും ദിവസവും ഒക്കെ കണക്കാക്കാൻ സാധിക്കുക? ഭൂമിയുടെ ഒരു വശം മുഴുവനും സ്ഥിരം പകലും മറ്റൊരു വശം മുഴുവനും സ്ഥിരം ഇരുട്ടുമാവും, അല്ലേ? അപ്പോൾ സമയം എന്ന ഒരു കോൺസെപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ കൃത്യമായ ക്രമത്തിലുള്ള ഒരു വേഗക്രമത്തിലുള്ള ചലനമാണ്, അഥവാ ചലനം എന്ന ക്രിയയാണ് സമയക്രമത്തിന് കാരണമാവുന്നത്. സമയത്തിൻ്റെ ഈ ക്രമബദ്ധതയാണ് പഞ്ച ഇന്ദ്രിയങ്ങളാലും ബുദ്ധിയാലും ഗ്രഹിക്കുന്ന സകല വിഷയങ്ങളുടെയും കാര്യം. ഓരോ കൃത്യവും സമയബദ്ധമാണ്, അല്ലേ? ക്രിയയും ക്രമവും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടതാണ്. ഓരോ കൃത്യത്തിൻ്റെയും ഈ സമയക്രമത്തിൽ കൂടി ഓരോ വിഷയവും മനസ്സിലാക്കി ബുദ്ധിയിൽ കൂട്ടിവെക്കുന്നത് വഴിയാണ് ഓരോ ജീവനിലും പ്രതിഭ എന്ന് പറയുന്ന അറിവ് വർദ്ധിക്കുന്നത്. അങ്ങനെയാണ് ഭൂതം, വർത്തമാനം, ഭാവി എന്നിങ്ങനെ കാലത്തിൻ്റെ ക്രമത്തിൽ കൂടി ബുദ്ധിയിൽ അവഭാസിക്കുന്ന സ്വഭാവത്തോടു കൂടി പ്രപഞ്ചത്തിലെ ജീവന്റെ ഓരോ ക്രിയയും സംഭവിക്കുന്നത്. തേന കാലാഖ്യയാ ശക്തിയാ യഹ സമുത്ഥാപിതഃ പ്രഥായാമ സഹഭാവോ നാമ ക്രമഃ തേന വിചിത്രീകൃത ഭൂതാദി കാലാനുവിദ്ധ അവഭാസന ലക്ഷണ ക്രിയ എന്ന് ഈ വസ്തുതയെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിയകൾക്കും കാലത്തിനും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണ്. ഭിന്നങ്ങളായിട്ടുള്ള ഈ ക്രമത്തിൽ കൂടിയാണ് നമ്മുടെ ബുദ്ധിയുടെ അവലോകനവും നിരീക്ഷണവും ഒക്കെ സംഭവിക്കുന്നത്. സകലതും നിശ്ചലമായിരിക്കുന്ന, കാലമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ അറിവിൻ്റെ ആ ഒരു ഒഴുക്ക് എന്നത് സംഭവിക്കില്ല. ഇതിനൊരു ഉദാഹരണം പറയാം. പണ്ടൊക്കെ സിനിമ മുഴുവനും പ്രൊജക്ടറിൽ ഫിലിം റോൾ ഓടിച്ചാണ് കാണിച്ചിരുന്നത്. ഇന്നൊക്കെ ഡിജിറ്റലാണ്. ഫിലിം റോളിൻ്റെ ഒരു ഫിലിം മാത്രം എടുത്തു നോക്കിയാൽ എന്താണ് കാണുക? ചലിക്കാത്ത ഒരു ചിത്രം മാത്രം. എന്നാൽ അത് ഒന്നിൻ്റെ പുറകിൽ ഒന്നായിട്ടുള്ള ഒരു ക്രമത്തിൽ ഓടുമ്പോഴാണ്
അത് ചലച്ചിത്രമാകുന്നത്, അതിലുള്ള നടീനടന്മാരെല്ലാവരും ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ നിത്യ എന്ന വിശേഷണത്തിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് കാലാതീതയായവൾ, കാലത്തിനെ തന്നെ സൃഷ്ടിച്ചവൾ എന്ന അർത്ഥത്തിലാണ്. അകാലകലിത പരസംവിത് സ്വരൂപ, ഭൂതഭാവി വർത്തമാന വ്യവസ്ഥകളൊന്നുമില്ലാത്ത തലത്തിലുള്ള പരാശക്തിയെ 3 കാലത്തിലും നാശമില്ലാത്തവൾ എന്ന് പറയുന്നത് നിരർത്ഥകമല്ലേ? ഇനി ദേശം, വസ്തു എന്നിവ സംബന്ധിച്ച ക്രമത്തെക്കുറിച്ച് നോക്കാം. കാലം പോലെ തന്നെയാണ് ദേശം, വസ്തു, സ്പേസ് ആൻഡ് മാറ്റർ എന്ന 2 ഘടകങ്ങളും. ദേശം എന്ന് വെച്ചാൽ സ്ഥലം, സ്പേസ്. വസ്തു എന്ന് വെച്ചാൽ മാറ്റർ. വസ്തു വരുന്നത് കൊണ്ടാണ് വസ്തുക്കൾ തമ്മിലുള്ള അന്തരം എന്ന നിലയ്ക്ക് ദേശവും വരുന്നത്. അഥവാ ദേശത്തെ അളക്കുന്നതിന് വസ്തുവിന്റെ സാന്നിധ്യം ആവശ്യമാണ്. മാറ്റർ ആൻഡ് സ്പേസ് എന്ന് പറയുന്ന വസ്തുദേശങ്ങൾ യഥാർത്ഥത്തിൽ പരസ്പര ബന്ധമുള്ള ഇരട്ട ഘടകങ്ങളാണ്, ട്വിൻ ഫാക്ടേഴ്സ്. വ്യാപ്തി വ്യത്യാസങ്ങളാകുന്ന ഭിന്നതയോടുകൂടി തന്നെയാണ് ദേശവും വസ്തുക്കളും അവഭാസിക്കുന്നത്. വസ്തു, ദേശം എന്നിവയെ സംബന്ധിച്ച ക്രമമാണ് അത്. ഇപ്പോൾ സ്പേസ് എന്ന് പറയുന്ന ദൂരം നമ്മുടെ ദൃഷ്ടിയിൽ വസ്തുവെ ചെറുതാക്കുന്നു. കണ്ണിന്റെ തൊട്ട് മുമ്പിൽ പിടിച്ചിരിക്കുന്ന തള്ളവിരലും വളരെ ദൂരത്ത് കാണുന്ന ഒരു പർവ്വതവും ഒരേ വലുപ്പത്തിലാണ് കാണുന്നത് അല്ലേ? ഇതാണ് വസ്തു ദേശം സംബന്ധിച്ച ഭിന്നതയുടെ ഒരു ഉദാഹരണം. ഓരോ വസ്തുവിൻ്റെയും യഥാർത്ഥ ആകൃതിയെ സ്പേസ് എന്ന് പറയുന്ന ദേശം തടസ്സപ്പെടുത്തുകയാണ്, അവരോധിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണത്? ശരിയായ രീതിയിൽ ഓരോന്നിനെയും തിരിച്ചറിഞ്ഞ് നമ്മുടെ ബുദ്ധിക്ക് ഗ്രാഹ്യമാക്കാൻ വേണ്ടി. ഇങ്ങനെയുള്ള ആ ഭിന്നത ഇല്ലാതെ കാണുന്ന വസ്തുക്കളൊക്കെ അതതിൻ്റെ യഥാർത്ഥ വലുപ്പത്തിൽ തന്നെ നമ്മൾ കാണാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? ബുദ്ധിയിൽ അവബോധം എന്നത് സംഭവിക്കില്ല. ആകാശത്ത് കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ അതതിൻ്റെ ബൃഹത്തായ യഥാർത്ഥ പരിമാണത്തിൽ കാണാൻ തുടങ്ങിയാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ വസ്തുബോധം ഉണ്ടാവുന്നത്, കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ചിദംശം എന്നതും അംശങ്ങളായി ഭിന്നങ്ങളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ വസ്തുക്കളെയും ഓരോ രീതിയിൽ മനസ്സിലാക്കി നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളുന്നത്. നമ്മൾ ഓരോരുത്തർക്കും കിട്ടുന്ന അറിവ്, പ്രതിഭ ഒറ്റപ്പെട്ടതാണ്, മറ്റുള്ളവരുടെ അറിവിൽ നിന്നും വേറിട്ടതാണ്. അങ്ങനെ വേറെ വേറെ ക്രമത്തിൽ തോന്നുന്നതും ഈ വസ്തു സംബന്ധിയായ ക്രമത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ഈ കാര്യങ്ങളൊന്നും ഇന്നത്തെ പാശ്ചാത്യ ബൗദ്ധിക ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളല്ല. ശൈവദർശനത്തിൻ്റെ ആചാര്യന്മാർ പണ്ടുപണ്ടേ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന സിദ്ധാന്തങ്ങളാണ് ഇതെല്ലാം. ദേശം, കാലം, വസ്തു എന്നിവയെക്കുറിച്ചൊക്കെ പ്രപഞ്ചദശയുടെ പ്രധാന ഘടകം എന്നുള്ള നിലയ്ക്ക് ശൈവ സിദ്ധാന്ത രചനകളിൽ വളരെ വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. എർത്തിലി ഡയമെൻഷൻ എന്നുള്ള ഈ ആശയം കാശ്മീര ശൈവത്തിൻ്റെ ആചാര്യന്മാരുടെ വീക്ഷണകോണിൽ, അതേ കാഴ്ചപ്പാടിൽ പാശ്ചാത്യ പണ്ഡിതന്മാരോ ശാസ്ത്രജ്ഞരോ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ക്വാണ്ടം ഫിസിക്സ് അഥവാ ഊർജ്ജകണവാദം എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ്. കേവലം ഭിന്ന സംവേദ്യ ദേശകാലാനുരോധത ജ്ഞാനസ്മൃതി അവസായാതി സക്രമം പ്രതിഭാസത്തെ എന്ന് ശ്രീ അഭിനവഗുപ്താചാര്യൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയ ഇതേ സംഗതി തന്നെയാണ്. അതായത് ഭിന്നങ്ങളായി അറിയുന്ന ദേശം, കാലം മുതലായ അനുരോധനങ്ങളാലാണ്, തടസ്സങ്ങളാലാണ് ജീവന്മാരിൽ ജ്ഞാനം, സ്മരണം, ബുദ്ധിപരമായ പ്രതികരണം എന്നിവ ഒരു ക്രമത്തോടു കൂടിയതായി തോന്നുന്നത്. ജ്ഞാനസ്മൃതി അവസായാതി സക്രമം പ്രതിഭാസത്തെ. മൂർത്തി വൈചിത്ര്യതോ ദേശക്രമം ആഭാസയത്യസൗ ക്രിയാവൈചിത്ര്യ നിർഭാസാത് കാലക്രമമപി ഈശ്വര. അതായത് വിവിധ വസ്തുക്കളുടെ അവഭാസം കൊണ്ട്, എന്ന് വെച്ചാൽ അനേക വിധത്തിലുള്ള വസ്തുക്കളായി കാണപ്പെടുന്നത് കൊണ്ട് ദേശത്തിൻ്റെ ക്രമത്തെയും, വിവിധ ക്രിയകളായി കാണപ്പെടുന്നത് കൊണ്ട് കാലത്തിൻ്റെ ക്രമത്തെയും ഈശ്വരൻ ഉണ്ടാക്കുന്നു എന്ന് അർത്ഥം. അതുപോലെ തന്നെ മൂർത്തിഭേദകൃതോ ദൂരാദൂര വൈദത്യ അവൈദത്യാദി ദേശ ക്രിയാഭേദകൃതശ്ച
യഹ ചിര ശീഘ്രക്രമാതിരൂപ കാലഃ തൗ അനുരുദ്ധ്യ ഛായാമാത്രേണ അവലംബ്യ ജ്ഞാനസ്മരണാധ്യവസായാനാം സ്വാംശാ ഇവ ഭാതി നിരംശാനാമപി. അതായത് വസ്തു, ദേശം എന്നിവ സംബന്ധിച്ച പരിമിതികളാണ് ഓരോ വസ്തുക്കളെയും അത് ദൂരത്തിലുള്ളതാണ്, അല്ലെങ്കിൽ അടുത്തുള്ളതാണ്, വലുതായിട്ടുള്ളതാണ്, ചെറുതായിട്ടുള്ളതാണ് എന്നിങ്ങനെയൊക്കെ നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെ കാലക്രമത്തിൻ്റെ പരിമിതികളാലാണ് വിവിധങ്ങളായ ക്രിയകളൊക്കെ വേഗത്തിൽ സംഭവിക്കുന്നു, പതുക്കെ സംഭവിക്കുന്നു എന്നൊക്കെ പല രീതിയിലായിട്ട് നമ്മൾ അറിയുന്നത്. ഇങ്ങനെയുള്ള ക്രമബദ്ധതയിൽ കൂടിയാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാം പരസ്പര ബന്ധമുള്ളവയായി അറിയപ്പെടുകയും ഓർക്കപ്പെടുകയും പിന്നീട് ബുദ്ധിയിലൂടെ പ്രതികരിക്കപ്പെടുകയും ചെയ്യുന്നത് എന്ന് അർത്ഥം. ജ്ഞാനസ്മരണ അധ്യവസായാനാം സ്വാംശ ഇവ ഭാതി. അപ്പോൾ ക്രമത്തിൻ്റെ ഈ രീതിയിൽ പ്രപഞ്ചഘടനയുടെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ശ്രീ പരാശക്തിയെ, വസ്തുധർമ്മവുമായി യോജിക്കാത്ത ആ ശക്തിയെ എങ്ങനെയാണ് മറ്റൊരു വസ്തു ഉപമിക്കാൻ ഉണ്ടെന്നും ഇല്ലെന്നും പറയാനാവുക? പേഴ്സ് ഓഫ് ഓപ്പോസിറ്റ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ദ്വന്ദ്വ വൈരുദ്ധ്യം, അതായത് ഉണ്ട്, ഇല്ല, രൂപം, അരൂപം, അകത്ത്, പുറത്ത്, കാരണം, കാര്യം, ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകൾ തന്നെ പ്രപഞ്ചഘടനയെ സംബന്ധിച്ച ഉപാധിയാണ്, കണ്ടീഷനിങ് ആണ്. നല്ലവണ്ണം ആലോചിച്ചാൽ നമുക്ക് ഈ ദ്വന്ദ്വ വൈരുദ്ധ്യത്തിൻ്റെ പ്രാപഞ്ചിക സ്വഭാവം മനസ്സിലാവും. ഇതെല്ലാം ഈ പ്രപഞ്ചദശയുടെ എർത്ത്ലി ഡയമെൻഷൻ എന്ന് പറയുന്ന ഈ ലോകതലത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് ചില സവിശേഷതകളാണ്. രൂപത്തോടു കൂടിയതാണോ പരാശക്തി? അല്ല. രൂപമില്ലാത്തതാണോ പരാശക്തി? അല്ല. എന്ന് വെച്ചാൽ രൂപം, അരൂപം എന്നീ ഘടനകൾക്ക് അതീതമായവൾ, ഇത്തരം ദ്വന്ദ്വങ്ങളെ സൃഷ്ടിച്ചവൾ. അതുകൊണ്ട് രൂപ അരൂപ വ്യവസ്ഥകളുമായി ഒരു സംബന്ധവുമില്ലാത്തവൾ, ഉണ്ട്, ഇല്ല എന്നുള്ള നമ്മുടെ മനുഷ്യ വിവേചന രീതികളിൽ ഉൾപ്പെടാത്തവൾ, വിശ്വത്തിൻ്റെ സത്തയായ ചിദ്രൂപിണിയും ദേശകാലങ്ങളാൽ പരിച്ഛിന്നമാകാത്തവളും പരശിവതത്വത്തിൻ്റെ തന്നെ സാരവും ശ്രീ പരമേശ്വരൻ്റെ ഹൃദയവുമായിട്ടുള്ളവളാണ് പരാശക്തി എന്ന് ശ്രീ ഉത്പലാചാര്യർ തൻ്റെ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. സാ സ്ഫുരത്ത മഹാസത്ത ദേശകാല അവിശേഷിണി സൈഷാ സാരതയാ പ്രോക്ത ഹൃദയം പരമേഷ്ഠിനഃ. ദേശകാല അവിശേഷിണിയാണ് ചിത് ശക്തി, ദേശകാലങ്ങളാൽ വിശേഷിപ്പിക്കാനാകാത്തവൾ, ദേശകാലങ്ങളുടെ ഘടനയിൽ ഒതുങ്ങാത്തവൾ. അതാണ് നിത്യ നിരുപമാകാര എന്നുള്ള വിശേഷണ പദങ്ങൾ കൊണ്ട് മനസ്സിലാക്കേണ്ട ശരിയായ അർത്ഥം. പെട്ടെന്ന് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ കാലം, ദേശം മുതലായവ സംബന്ധിച്ച ക്രമത്തിൻ്റെ രീതി. എങ്കിലും പുരാതനരായ കാശ്മീര ശൈവ ആചാര്യന്മാരുടെ സൂക്ഷ്മവും സമഗ്രവുമായ ചിന്താധാര, ദീർഘവീക്ഷണമായ ജ്ഞാനസമ്പത്ത്, ഗഹനവും സങ്കീർണവുമായ ഇത്തരം വിഷയങ്ങളിലുള്ള അവഗ്രഥന പാടവം, അവരുടെ വിശദമായ രചനകളിൽ കൂടിയും പദ്യ ഗദ്യ വിവരണങ്ങളിൽ കൂടിയും പല രീതിയിലും നൽകിയിരിക്കുന്ന വിലമതിപ്പില്ലാത്ത സംഭാവന, ഇവയെക്കുറിച്ച് വളരെ ചെറിയ തോതിലെങ്കിലും ഒരു ധാരണ ലഭിക്കാൻ വേണ്ടി മാത്രം ഇത്രയും പറഞ്ഞു എന്നേയുള്ളൂ. ചിത് ഗഗന ചന്ദ്രിക എന്നുള്ള ഒരു അത്യുത്തമ ഗ്രന്ഥത്തിൽ നിത്യ നിരുപമാകാരയായ പരാശക്തിയെ സ്തുതിക്കുന്ന ഒരു മനോഹര ശ്ലോകമുണ്ട്. അതിൻ്റെ അർത്ഥം കൂടി നമുക്ക് ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം. കൽപ്പനാദികമതീന്ദ്രിയം ചയൽ ലക്ഷ്യമുഞ്ചതി ബഹിർമുഖം ത്രിധ അന്തരാളകമഭാവ ഭാവയോസ്തേനതോസ്മി സദഹം നിരാകൃതിം. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പദ്യമാണ്. കൽപ്പനാദികം, വാക്കും അർത്ഥവും ഊഹിച്ച് മനസ്സുകൊണ്ട് ഭാവന ചെയ്യാൻ കഴിയാത്തതും എന്ന് വെച്ചാൽ കൽപ്പനാതീതവും നമ്മുടെ സങ്കല്പത്തിന് പോലും എത്താത്തതും, അതീന്ദ്രിയം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായതും എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ട് പോലും അനുമാനിക്കാനോ അനുഭവിച്ചറിയാനോ കഴിയാത്തതും, യൽ ലക്ഷ്യമുഞ്ചതി ബഹിർമുഖം ത്രിധ. ത്രിധ മൂന്ന് തരമായിട്ടുള്ള വ്യവസ്ഥയിൽ, അതായത് അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അറിവ് എന്നീ ത്രിപുടി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ബഹിർമുഖമായിട്ടുള്ള പ്രാപഞ്ചിക ജ്ഞാനം, ശാസ്ത്രം എന്നിവയാൽ ലക്ഷ്യമാക്കാൻ സാധിക്കാത്തതും,
അതായത് പ്രാപഞ്ചിക ജ്ഞാനത്തിലൂടെ നിർവചിക്കാനാകാത്തതും അന്തരാളകം അഭാവഭാവയോഹോ, അഭാവഭാവയോഹോ അന്തരാളകം, ഭാവനയുടെയും ഭാവരാഹിത്യത്തിൻ്റെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതും. എന്താണ് ഇതിൻ്റെ അർത്ഥം? എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ തോട്ട് ആൻഡ് നോൺ തോട്ട്. വളരെ ഗഹനമാണ് ഇതിൽ സൂചിതമായിരിക്കുന്ന അർത്ഥം. അന്തരാളകം അഭാവഭാവയോഹോ, ഭാവനയിലും ഒതുങ്ങില്ല, ഭാവരാഹിത്യത്തിലും ഒതുങ്ങില്ല. എന്ന് വെച്ചാൽ മനുഷ്യബുദ്ധിയുടെ പരിധിയിൽ നിൽക്കുന്നതല്ല, പ്രപഞ്ചജ്ഞാനത്തിൻ്റെ പരിധിയിൽ പെട്ടതല്ല എന്ന് തന്നെയാണ് അർത്ഥം. ഭാവാഭാവ വിവർജിത ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമമാണ്. ഒന്നുകൂടി വ്യക്തമാക്കാം. അഭാവഭാവയോഹോ അന്തരാളകം. ഭാവ അഭാവം എന്ന് വെച്ചാൽ എന്താണ്? അർത്ഥരൂപകമാണ് ഭാവം. അതായത് ആലോചിക്കുമ്പോൾ അർത്ഥമുള്ളത്. ഇപ്പോൾ കുടം, പർവ്വതം, വൃക്ഷം എന്നിങ്ങനെയൊക്കെയുള്ള നാമപദങ്ങൾ, അല്ലെങ്കിൽ നടക്കുന്നു, ഇരിക്കുന്നു, ഓടുന്നു എന്നൊക്കെയുള്ള ക്രിയാപദങ്ങൾ, ഇങ്ങനെയുള്ള അർത്ഥമോഹിക്കാവുന്ന വാക്കുകളും വാക്യങ്ങളും ഉപയോഗിച്ചുള്ള ഭാഷ, ഇതിന് വൈഖരി എന്നാണ് പറയുക. അതായത് നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഭാഷയിൽ അർത്ഥമുള്ള വാക്കുകളും വാചകങ്ങളും ഉപയോഗിച്ച് മറ്റൊരാൾക്ക് അർത്ഥം മനസ്സിലാവുന്ന വിധത്തിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം മനസ്സിലാവുന്ന വിധത്തിൽ പദഘടന ചെയ്ത് സംസാരിക്കുന്ന രീതി. അർത്ഥം വ്യക്തമാകുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്ക് ഭാവബോധം ഉണ്ടാകുന്നു. ശരിയായ അർത്ഥഗ്രഹണം അയാളുടെ ബുദ്ധിയിൽ സംഭവിക്കുന്നു. ഒരു ഭാഷയുടെ ലക്ഷ്യം അല്ലെങ്കിൽ പ്രയോജനം ഇതാണല്ലോ, അല്ലേ? വാക്കും അതിൻ്റെ അർത്ഥവും ബുദ്ധിക്ക് തിരിച്ചറിയാവുന്നതായിരിക്കണം. അതാണ് നമുക്ക് അറിയാവുന്ന ഭാഷയിൽ പറയുന്നത് കേട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ പറയുന്നതിൽ അർത്ഥമുണ്ടായിരിക്കണം. അതാണ് ഭാവബോധകം, ഭാവസ്ഫുരണം എന്നൊക്കെ പറയുന്നത്. അഭാവം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത വിചിത്ര പദപ്രയോഗങ്ങൾ എന്ന് വെച്ചാൽ വാക്കുകളുടെ അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്, ആ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവാതിരിക്കുക. വാക്കുകൾ ഓരോന്നിൻ്റെയും അർത്ഥം നമ്മൾ അറിയുന്നതായിരിക്കും, പക്ഷെ അത് തമ്മിൽ ചേർന്നുണ്ടാകുന്ന വാചകത്തിൻ്റെ അർത്ഥം കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ഉദാഹരണത്തിന് പുരുഷന്റെ ഗർഭം, കായ്ക്കാത്ത മരത്തിലെ പഴം, വന്ധ്യയുടെ പുത്രൻ എന്നിങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ. കാരണം ഇവയുടെ ആശയം വിപരീതമാണ്, പരസ്പര വിരുദ്ധങ്ങളാണ്. അതുകൊണ്ടാണ് പദപ്രയോഗങ്ങൾ ഒന്നുകിൽ ഭാവമുള്ളതായിരിക്കും, അതായത് അർത്ഥമുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഭാവം ഇല്ലാത്തതായിരിക്കും, എന്ന് വെച്ചാൽ അർത്ഥമില്ലാത്തതായിരിക്കും. ഇത് രണ്ടുമല്ലാത്തത് നമുക്ക് ആലോചിക്കാനാകില്ല, അല്ലേ? അർത്ഥമുള്ള വാക്കുകളിൽ കൂടി മനസ്സിലാക്കാവുന്നതാണോ ശക്തിയുടെ നിർവചനം? അല്ല. അർത്ഥമില്ലാത്ത വാക്കുകളിൽ കൂടി മനസ്സിലാക്കാവുന്നതാണോ ശക്തിയുടെ നിർവചനം? അതും അല്ല. ഭാവ അഭാവങ്ങളുടെ മധ്യത്തിലുള്ളത് എന്നതിൻ്റെ അർത്ഥം അതാണ്. ദ്വന്ദ്വ വൈരുദ്ധ്യത്തിന്, പേഴ്സ് ഓഫ് ഓപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ദ്വന്ദ്വ വൈരുദ്ധ്യത്തിന് അതീതമായത്. സദസദ് വിലക്ഷണ രൂപ എന്ന് പറയും. ഉള്ളതുമല്ല ഇല്ലാത്തതുമല്ല എന്നുള്ള സ്ഥിതിവിശേഷം. അത് ചിന്തയ്ക്ക് അതീതമാണ്. അതിനെയാണ് നിരാകൃതിം എന്ന് ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. അന്തരാളകം അഭാവഭാവയോഹോ തേ നതോസ്മി സദഹം നിരാകൃതിം. ലൗകികമായ ഒരു സങ്കല്പത്തിലും ഒതുങ്ങാത്തത് എന്ന് സാരം. നിരാകൃതിയാണ്. എന്നാൽ അത് നിരർത്ഥകമാണോ? എംടി ഐഡിയ, ഹോളോ ഡോക്ട്രിൻ ആണോ? അല്ല. അതാണ് സദഹം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. പരാഹന്ത എന്ന് പറയുന്ന പരമമായ അഹം തത്വം, ഇംപേഴ്സണൽ ഈഗോ, അമൂർത്തമായ ആത്മഭാവം. തേ നതോസ്മി സദഹം നിരാകൃതിം. ഇങ്ങനെ എല്ലാമായ നിന്തിരുവടിയെ ഞാൻ നമിക്കുന്നു എന്ന സ്തുതിയാണ് ചിദ്ഗഗന ചന്ദ്രികയിലെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ചിദ്ഗഗന ചന്ദ്രികയെക്കുറിച്ച് കൂടുതൽ വഴിയെ പറയുന്നുണ്ട്. വളരെ വിശിഷ്ടമായ ഒരു ഗ്രന്ഥമാണ് അത്. ഏതായാലും പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പും പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷവും സൃഷ്ടിയുടെ സ്പർശം ഏൽക്കാതിരിക്കുന്ന പരാശക്തിയുടെ കാലദേശ പരിച്ഛിന്നതകളില്ലാത്ത അവസ്ഥയെയാണ് നിത്യ നിരുപമാകാര എന്ന ശ്രീ കാമകലാവിലാസത്തിലെ ഈ ശ്ലോകത്തിലെ വിശേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതിയാവും.
നിത്യ നിരുപമാകാര എന്നതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള അർത്ഥം കാലത്രയത്തിലും നാശമില്ലാത്ത സനാതനയായവൾ എന്നും ഉപമയില്ലാത്ത സ്വരൂപത്തോടു കൂടിയവൾ എന്നും ആണെങ്കിലും ഇതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥം കാലം, ദേശം എന്നിങ്ങനെ ഈ പ്രാപഞ്ചിക തലത്തിൽ, വ്യാവഹാരിക തലത്തിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഉപാധികൾക്ക് അതീതയായവൾ എന്നതാണ്. ദുർഗ്രാഹ്യയാണ് ശ്രീ പരാശക്തി എന്ന് സാരം. ഇനി അടുത്തതായി ശിവരൂപ വിമർശ നിർമ്മലാദർശ എന്ന ശ്രീ പരാശക്തിയുടെ സവിശേഷത എടുക്കാം. പ്രകാശരൂപനായ ശ്രീ പരമേശ്വരന്റെ അഹം ബോധമാണ് വിമർശം എന്ന് പറയുന്ന ശ്രീ പരാശക്തി. ആ അഹം ബോധത്തിനാണ് പരാഹന്ത, പൂർണാഹന്ത എന്നൊക്കെ പറയുന്നത് എന്ന് നേരത്തെ പറഞ്ഞു. ആ പരാഹന്ത സ്വരൂപിണി തന്നെയാണ് പരദേവത എന്നതാണ് ഈ വിശേഷണത്തിന്റെ അർത്ഥം. അത് നോക്കാം. ശ്രീ പരമേശ്വരന് പ്രപഞ്ച നിർമ്മാണത്തിനുള്ള കർത്തൃത്വ ബോധം ജനിപ്പിക്കുന്നതാണ് വിമർശശക്തി. ഒരു ഉദാഹരണം നോക്കാം. അഗാധമായ സമാധിയിൽ നിന്നും ഒരു യോഗിവര്യൻ ഉണർന്ന ഉടനെ ആദ്യമുണ്ടാകുന്നതാണ് അഹം എന്ന ബോധം. ഞാൻ ആണ് ഈ സമാധിയിൽ നിന്നും ഇപ്പോൾ ഉണർന്നത് എന്ന ബോധം. ആ യോഗി കണ്ണു തുറന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്ന ഈ തിരിച്ചറിയൽ സംഭവിച്ചിട്ടുണ്ടാവും. അതേ അർത്ഥത്തിൽ തന്നെ ഇവിടെ മനസ്സിലാക്കാവുന്നതാണ്. ശ്രീ പരമേശ്വരന്റെ സ്വസ്വരൂപജ്ഞാനം ആണ് പരാഹന്ത എന്ന് പറയുന്നത്. തന്നെ തന്നെ അറിഞ്ഞ് സ്വയം നോക്കുന്നതായ സ്വസ്വരൂപ അവലോകനം. സത്ത് എന്ന ഭാവമാണ് ശിവതത്വം രൂപപ്പെടുത്തുന്നത് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ആ ഒരു ബോധം, സത്ത് എന്ന ആ ഉണർവ് സൃഷ്ടിക്കുന്ന വിമർശമാണ് ശക്തി. അഥവാ ശിവതത്വം ഉണ്ടാക്കുന്നത് തന്നെ വിമർശശക്തിയാണ് എന്നും പറയാം. പരാഹന്ത സ്വരൂപിണി എന്നുള്ള ഈ പ്രയോഗം വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം വളരെ ഗഹനമാണ്. അജഡപ്രമാതൃസിദ്ധി എന്ന തൻ്റെ ഒരു ഗ്രന്ഥത്തിൽ ശ്രീ ഉത്പലാചാര്യർ പരാഹന്തയെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: ന അർത്ഥവ്യവസ്ഥ പ്രാണതാവഹം ഭാവ നിരോധതഃ പ്രകാശസ്യാത്മവിശ്രാന്തിരഹം ഭാവോ ഹി കീർത്തിതഃ ഉക്താസൈവ ച വിശ്രാന്തി സർവാപേക്ഷാ നിരോധതഃ സ്വാതന്ത്ര്യമഥ കർത്തൃത്വം മുഖ്യമീശ്വരതാപി ച. ആപേക്ഷികമായ മറ്റ് ബോധങ്ങളെയെല്ലാം ഒഴിവാക്കി, നിരോധിച്ച്, ഒഴിച്ചു മാറ്റി പ്രകാശരൂപ ശിവത്തിൻ്റെ ഉള്ളിൽ സ്വയം നിലകൊള്ളുന്നതാണ് ആത്മവിശ്രാന്തി എന്ന് പറയുന്ന പരാഹന്ത. ഈ ആത്മവിശ്രാന്തിയിൽ നിലകൊള്ളുന്നതാണ് മുഖ്യമായിട്ടുള്ള ശ്രീ പരമേശ്വരന്റെ സ്വാതന്ത്ര്യവും കർത്തൃത്വവും ഈശ്വരതയും എന്ന് ആഗമങ്ങൾ ഉദ്ഘോഷിക്കുന്നു. സ്വാതന്ത്ര്യമഥ കർത്തൃത്വം മുഖ്യം ഈശ്വരത അപി ച. ഈ പരാഹന്തയാകുന്ന അഹം ബോധം ഉണ്ടാക്കി കൊടുക്കുന്നവളാണ് വിമർശരൂപിണിയായ ശ്രീ പരാശക്തി. അതെങ്ങനെയാണ്? ഒരു കണ്ണാടി കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് സ്വരൂപം കാണിച്ചു കൊടുക്കുന്നത് പോലെ ശിവസ്വരൂപം പ്രതിഫലിപ്പിക്കുന്ന ശ്രീ പരമേശ്വരന്റെ ആത്മസ്വരൂപം തെളിയിച്ച് കാട്ടുന്ന നിർമ്മലമായ ഒരു കണ്ണാടിയായിട്ടുള്ളവളാണ് ശക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് ചിദ്വല്ലി വ്യാഖ്യാനത്തിലെ ഒരു ഉദാഹരണം. സുന്ദരനായ ഒരു രാജാവ് കണ്ണാടിയിൽ തന്നെ നോക്കി ഇതാണല്ലേ ഞാൻ എന്ന് അറിയുന്നത് പോലെ പരമേശ്വരോ അപി സ്വാധീനഭൂതാം സ്വാത്മശക്തിം സമ്യക് അവലോക്യ സ്വസ്വരൂപം അവഗച്ഛതി. ശ്രീ പരമേശ്വരനും തൻ്റെ സ്വാധീനത്തിലുള്ള തൻ്റെ ശക്തിയെ, സ്വാത്മശക്തിയെ നന്നായി അവലോകനം ചെയ്ത് സ്വസ്വരൂപം എന്തെന്ന് അറിയുന്നു. അതാണ് ശിവരൂപ വിമർശ നിർമ്മലാദർശ എന്ന നാമവിശേഷണത്തിൻ്റെ അർത്ഥം. പരശിവത്തിൻ്റെ അഹംരൂപ വിമർശത്തിനുള്ള, പരാഹന്ത ബോധം തരുന്നതിനുള്ള മങ്ങലില്ലാത്ത നിർമ്മലമായ ആദർശമായി എന്ന് വെച്ചാൽ കണ്ണാടിയായി വിളങ്ങുന്നതാണ് ശ്രീ പരാശക്തിയുടെ പ്രഭാവമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ധാരാളം നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അന്തർലീന വിമർശ, അതായത് വിമർശശക്തി തൻ്റെ ഉള്ളിൽ അന്തർലീനമായിട്ടുള്ളവൻ എന്ന് ആദ്യ ശ്ലോകത്തിലെ ശിവത്തിൻ്റെ വിശേഷണമായിട്ട് പറഞ്ഞിരുന്നു. അതേ അർത്ഥം തന്നെയാണ് ഇവിടെ ഈ വിശേഷണത്തിനും. ഇത്രയും പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കാം. ശ്രീ പരാശക്തിയുടെ ബാക്കിയുള്ള പ്രഭാവങ്ങളെക്കുറിച്ച് അടുത്ത ഭാഗത്തിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.